അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനവിധി 2016 10 ദിവസം മാത്രമാണ് നമ്മുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ളത്. നമ്മുടെ നാടും ഗ്രാമങ്ങളും കേരളമൊട്ടുക്കും തെരഞ്ഞെടുപ്പിന്റെ ജ്വരത്തിലാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു സംഭവങ്ങളും ഏതൊക്കെ വഴിക്ക് തിരിച്ചുവിടപ്പെടുന്നു എന്നത് ആശങ്കയോടുകൂടെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഏപ്രിൽ 27-ാം തീയതി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ജിഷ എന്ന നിയമവിദ്യാർത്ഥിനിയായ യുവതി, ആ കൊലപാതകത്തിന്റെ ഗൗരവവും അതിന്റെ ഭീകരമായ രൂപവും മെയ് 2-ാം തീയതി പുറത്തു വന്നതോടുകൂടെ അതിനുശേഷം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവങ്ങൾ എന്താണ്? നമുക്കറിയാം, ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. 30-ലേറെ മുറിവുകളും ക്രൂരമായ മർദ്ദനങ്ങളും ഏറ്റുവാങ്ങി. അമ്മയുടെ വിലാപവും അലറി വിളിച്ചുകൊണ്ടുള്ള കരച്ചിലുകളും ചാനലുകളിലും അതുപോലത്തെ നവമാധ്യമങ്ങളിലും വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ചില കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്. കാരണം ഇതുപോലത്തെ ചില സംഭവങ്ങൾ എങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത്, അല്ലെങ്കിൽ ചിലവരെങ്കിലും അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് എറണാകുളം ജില്ലാ കലക്ടറാകുന്ന രാജ്യമാണിക്യം കേരളത്തിൽ ഏറ്റവും പ്രമുഖമായ പത്രത്തിൽ നിന്നൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം സങ്കടപ്പെടുന്നത് കാരണം ഒരു പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു, അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്യപ്പെടുക മാത്രമല്ല, അതിലെ ആ കൊലയുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന പോസ്റ്റ്മോർട്ടം അടക്കം പലതും ശരിയല്ല എന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഗുരുതരമായി കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ അതുവരെ 5 ദിവസക്കാലത്തിലേറെ ആ പെൺകുട്ടിയുടെ അമ്മയെ കാണാൻ ആരും വന്നില്ലായിരുന്നു. പലവരും ആ രാജേശ്വരി എന്ന് പറയുന്ന സഹോദരിയുടെ ആശ്വസിപ്പിക്കുവാൻ കൂടുതൽ ആളുകളൊന്നും വന്നില്ലായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ കടന്നുവരൽ സ്വാഭാവികമാണ്, അത് സാധാരണയാണ്. അതേസമയത്ത് ഈ വിഷയത്തിന്റെ ഗൗരവം വല്ലാതെ പുറത്തു വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ, ജീവിച്ചിരിക്കുന്ന അമ്മ, അച്ഛനും ജീവിച്ചിരിക്കുന്നുണ്ട്, അമ്മയെ കാണാൻ ജനങ്ങൾ ഒഴുകുകയാണ്. ചിലവർ എന്താ ചെയ്തത്? രാജമാണിക്യം എന്ന് പറയുന്ന കലക്ടർ പറയുന്നു, ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ഒരാൾ അമ്മയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, അലറുന്ന വിലപിക്കുന്ന അമ്മയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നത് സെൽഫി എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാടിന്റെ വല്ലാത്തൊരു കാലഘട്ടത്തിന്റെ ഒരു സ്വഭാവം, സെൽഫി എടുക്കുകയാണ്. കലക്ടർ അത് തടഞ്ഞു. പക്ഷേ തടയപ്പെട്ടെടുത്ത സെൽഫി പിന്നെ ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലേറെ സങ്കടകരമായ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാനാണ്, നമ്മുടെ രാജ്യത്ത് ഏത് സംഭവങ്ങളെയും പലവരും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ചിലവർ ഒരു വിനോദത്തിന് വേണ്ടി, ചിലവർ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിയായ ഒരു കാൻഡിഡേറ്റ് ഈ പെൺകുട്ടി, ഈ സഹോദരിയെ കാണാൻ വേണ്ടി വന്നു. കുറെ ആളുകളുണ്ട്, ഏതോ പാർട്ടിയുടെ ആളാവട്ടെ. പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്, സംശയങ്ങളുണ്ട്. എന്താണ്? ഒരു കാൻഡിഡേറ്റിനോടൊപ്പം ധാരാളം ആളുകൾ വന്നിട്ട് പറയുന്നു, ആ വിലപിക്കുന്ന രാജേശ്വരി എന്ന് പറയുന്ന അമ്മയൊന്ന് കാണണം. കലക്ടർ പറഞ്ഞു, മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് നിങ്ങൾക്ക് മാത്രം അനുമതി നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മാത്രം ഈ സഹോദരിയെ കാണാൻ ചെന്ന് അദ്ദേഹം വീണ്ടും പുറത്തു വന്ന് കലക്ടറോട് ചോദിക്കുന്നു, ഒരു ഫോട്ടോഗ്രാഫറെ കൂടെ ഉള്ളിലേക്ക് കയറ്റട്ടെ. ഇദ്ദേഹം വളരെ സങ്കടത്തോടുകൂടെ പറയുകയാണ്, കാരണം ഒരു പെണ്ണിനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഒരു ഫോട്ടോഗ്രാഫർ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ കടന്നു വരുമ്പോൾ സ്വാഭാവികം എല്ലാവരും ഉണ്ടാവും, ചാനലുകളും പത്രക്കാരും ഒക്കെ സ്വാഭാവികമാണ്. അതൊരു ഔദ്യോഗികമായ സമീപനത്തിന്റെ ഭാഗമാണ്. പക്ഷേ നോക്കൂ നിങ്ങൾ, മരിച്ചു കിടക്കുന്ന മയ്യത്തും അതുപോലെ തന്നെ ദുരന്തഭൂമിയിൽ കടന്ന് രക്തം വാർന്നൊലിക്കുന്നവരെയും സ്വാർത്ഥ ലാഭങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ചില ചിത്രങ്ങളാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അതെല്ലാം രാഷ്ട്രീയപരമായി നമുക്ക് വിലയിരുത്താം. പക്ഷെ ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നേടുമ്പോ പള്ളി മിഹ്റാബിന്റെ മുന്നിൽ നിന്ന് പള്ളിയിലെ ഇമാമിന് എന്താണ് സംസാരിക്കാനെന്ന് ചോദിക്കുന്നവരുണ്ടാവും. കക്ഷി രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ, ജിഷ എന്ന് പറയുന്ന
ആ ലോ കോളേജിൽ പഠിക്കുന്ന നിയമ വിദ്യാർത്ഥിനിയായ ആ പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടാനുള്ള സാഹചര്യം വായിക്കുമ്പോൾ ചില ആശങ്കകൾ ഇവിടെ ഉണ്ട്. ഒന്നാമതായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വമാണ്. നമ്മുടെ നാട്ടിലെ ജനജീവിതങ്ങൾക്ക് ബാധിക്കുന്ന സുരക്ഷിതത്വം അത് ആരോ ഭരിക്കുന്നു എന്നതൊക്കെ മറ്റു ചർച്ചാ വിഷയമാണ്. അതെല്ലാം ആരെയെല്ലാമോ ചർച്ച ചെയ്തുകൊള്ളട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതെന്താണ് പറയുന്നത്? സുരക്ഷിതമായ ഒരു വീടില്ലാത്തത് എന്നാണ്. ഒറ്റമുറി വീടുള്ള ഒരു ജിഷയുടെ കുടുംബം അനുഭവിക്കേണ്ടി വന്നത് സുരക്ഷിതമായ ഒരു വീടില്ല എന്നതാണ്. അത് മാത്രം ബേസ് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാടുകളിൽ ധാരാളം കുടുംബങ്ങൾ അനുഭവിക്കുന്ന ചില വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ ഭരിക്കുന്നവരും ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇനി ഭരണം കൈയാളാൻ പോകുന്നത് ആരാവട്ടെ, അവരൊക്കെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ നാട് എങ്ങോട്ട് നീങ്ങുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് മാത്രമാണോ ഇന്ന് സുരക്ഷിതത്വ ഭീഷണിയുള്ളത്? അല്ല. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ വീടുകളുടെ സ്വഭാവം. എന്താണത്? എല്ലാ വീടുകൾക്കും കോമ്പൗണ്ട് വാളുണ്ട്. അയൽവാസിക്ക് പോലും കടന്നു വരാൻ ഒരു പഴുതില്ല ഓരോ വീടുകളിലേക്കും. അങ്ങനെയാണല്ലോ പലവരും വീടുണ്ടാക്കുന്നത്. കാരണം അയൽവാസികൾ അവനിക്ക് ശല്യമായി മാറുന്നു, അടുത്തുള്ളവരെല്ലാം പലവർക്കും ശല്യമായി മാറുന്നു. തൊട്ടപ്പുറത്തുള്ളവൻ പോലും വീട്ടിലേക്ക് കയറി വന്ന് ശല്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി മതിൽക്കെട്ടുകൾ കൊണ്ട് ബന്ധസ്ഥമാക്കിയിട്ട് ഒരു ഡോറ് മാത്രം പരമാവധി വെച്ചിട്ട് പരമാവധി അടച്ചിടുന്ന കാലഘട്ടത്തിൽ സത്യത്തിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള മതിൽക്കെട്ടുകൾ നമ്മുടെ വീടിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷിതത്വത്തിന് വിഘാതമാകുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് സൂചിപ്പിച്ചതാണ്. കാരണം വീട്ടിന്റെ ഉള്ളിൽ കയറി വരുന്ന, ആക്രമിക്കാൻ വരുന്ന, കവർച്ചയ്ക്ക് വരുന്ന, ബലാത്സംഗത്തിന് വരുന്ന അന്യവനെ കാണുമ്പോൾ ഒന്ന് ആർത്തട്ടഹസിച്ച് നിലവിളിച്ചാൽ പോലും അപ്പുറത്താളുകൾ അറിയാൻ പോകുന്നില്ല. പറയുന്നത് ഒറ്റമുറിയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ മാത്രം അവസ്ഥയല്ല. എന്നാൽ മറ്റൊരു വശം കൂടെയുണ്ട്. ഒറ്റമുറിയെങ്കിലും ജിസ എന്ന് പറയുന്ന ആ നിയമ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാൽ സഹോദര, കൊച്ചു കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, നഗരങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ, ഇന്ത്യയുടെ തലസ്ഥാനമാകുന്ന ഡൽഹി പോലും എന്താണ് അവസ്ഥ? പുഴുക്കളെ പോലെ ജീവിക്കുന്ന എത്രയോ ഹതഭാഗ്യവന്മാരായ മനുഷ്യന്മാരുണ്ട്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. പ്രകടന പത്രികകൾ പുറത്തു വരുമ്പോ, പലവരും വാഗ്ദാനങ്ങൾ പറയുമ്പോ, വിനോദങ്ങൾക്ക്, കായികപരമായ പുരോഗതികൾക്ക്, അതുപോലെ നഗരവൽക്കരണങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോ ഇവിടെ എന്തുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട്? അതാർക്കും നിഷേധിക്കാൻ പറ്റൂല. അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് മനുഷ്യരോട് ചോദ്യം ചെയ്യപ്പെടുക ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഹദീസിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് നഗ്നത മറക്കാനുള്ള വസ്ത്രം, അതുപോലെ തന്നെ സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാധാരണ ഒരു വീട്, അതിനു പുറമെ മനുഷ്യന്റെ പട്ടിണി അകറ്റാനുള്ള ആഹാരം, ഇതിലപ്പുറമുള്ളതെല്ലാം വളരെ കൂടുതൽ ചോദ്യങ്ങൾക്ക് വിധേയമാകുമെന്ന് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അഥവാ ഇത് മനുഷ്യന്റെ ഏറ്റവും അനിവാര്യമാണ്. ലോകത്ത് കോടാനക്കോടി മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ സമയങ്ങൾ അതുപോലെ എല്ലാം സമർപ്പിച്ച് നെട്ടോട്ടമോടുന്നത് 1 സെന്റ് ഭൂമിയിൽ, ഒരു 2 സെന്റ് ഭൂമിയിൽ, ഒരു 4 സെന്റ് ഭൂമിയിൽ ഒരു വീടിന് വേണ്ടിയാണ്. ഉടുതുണി ഉടുത്തുകൊണ്ട് നഗ്നത മറച്ച് പരമാവധി ശരീരം മറച്ച് ജീവിക്കുവാനാണ്. അതിനേറെ വലിയ പ്രാധാന്യമുള്ളതാണ് പട്ടിണി കിടക്കാതെ ആവശ്യത്തിന് ആഹാരം ലഭിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗകര്യം. ഇത് മൂന്നുമാണ് ലോകത്ത് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ സൗകര്യങ്ങൾ. ഈ സൗകര്യങ്ങൾ പോലും ലഭിക്കാത്തവരാണ് സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഒറ്റ റൂം വീടുകൾ മാത്രമല്ല, ഒരു ഡോറില്ലാത്ത അജ്മീറിൽ നിന്ന് ഡൽഹിയിലേക്ക് ആരെങ്കിലും ഒന്ന് യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയും. നമ്മുടെ പെരുമ്പാവൂർ എന്നുള്ളത് എറണാകുളം ജില്ലയിലാണ്, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മലയോര മേഖലകളുണ്ട്, കുഗ്രാമങ്ങളുണ്ട്, ആദിവാസികൾ ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ, പ്രതാപമുള്ള, ഒരു ജീവിത ചുറ്റുപാടുള്ള, അടിസ്ഥാന വികസനം നേരിടേണ്ട സ്ഥലം അത് നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയാണ്. കുത്തുബ് മിനാർ തല ഉയർത്തി നിൽക്കുന്ന, അതുപോലെ തന്നെ ചെങ്കോട്ട തല ഉയർത്തി നിൽക്കുന്ന, ഡൽഹി ജുമാ മസ്ജിദ് തല ഉയർത്തി നിൽക്കുന്ന
നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ പ്രതാപത്തിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഡൽഹിയിലേക്ക് അജ്മീറിൽ നിന്നൊരു യാത്ര ട്രെയിനിൽ നിന്ന് വരുമ്പോ ഡൽഹിയിലേക്ക് അടുക്കും തോറും കാണുന്ന കാഴ്ച എന്താണ്? ഡോറില്ലാത്ത, അതുപോലെ ജനവാതിലുകളില്ലാത്ത, മറകളില്ലാത്ത ഒറ്റ റൂം അല്ലെങ്കിൽ ഒറ്റ മുറികൾക്ക് സമാനമായ വീടുകളിലും ടെന്റുകളിലും കുടിലുകളിലും താമസിക്കുന്ന ധാരാളം ചേരി പ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് ലോകത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ 2 മാസക്കാലം ഏറ്റവും കൂടുതൽ യാചകരുള്ള കാലമാണ്. യാചകർ എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? ലാ തസ്അലിൽ ഇമാറത, അധികാരം ചോദിച്ചു വാങ്ങരുത് എന്ന് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ സ്വഭാവമായി അങ്ങനെയാണ് നമ്മുടെ സ്വഭാവമുള്ളത്. ഇസ്ലാം അങ്ങനെയല്ല ലോകത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു പുതിയ സംവിധാനമാണ്. ഞാൻ എന്നെ അധികാരത്തിലേക്ക് എത്തിക്കണം, എന്നെ ഭരണത്തിലേക്ക് എത്തിക്കണം, എന്നെ അതിൽ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് കുഴപ്പമില്ല, യോഗ്യരാണെങ്കിൽ. പക്ഷെ ജനങ്ങൾ യോഗ്യരാണെന്ന് മനസ്സിലാക്കി തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളോടൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, കുല്ലുക്കും റായി കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യ. എല്ലാവരിലും അർപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി നിർവഹിക്കപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, ആഹാര പ്രതിസന്ധിയുണ്ട്, കല്യാണ പ്രതിസന്ധിയുണ്ട്. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും കിതക്കുന്ന, ടെൻഷൻ അടിക്കുന്ന, പ്രയാസപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഒരു വീടിന് വേണ്ടിയാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണകൂടത്തിന് ചെയ്യുന്നതിന് പരിധികളുണ്ടാവും. പക്ഷേ ഭരണകൂടങ്ങൾ വിചാരിച്ചാൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ജനങ്ങളുടെ മനോഭാവത്തിനും ഒരു മാറ്റം വരണം. അതെന്താണ് സഹോദര? ഒന്ന്, ജനങ്ങളെല്ലാവരും നഗരങ്ങളിലേക്ക്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്ന തലത്തിൽ നിന്ന് ജനങ്ങൾ മാറേണ്ടതുണ്ട്. ഈജിപ്തിലും അതുപോലെ തന്നെ ജോർദാനിലും ഫലസ്തീനിലും ഒക്കെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അവിടെ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി കുന്നുകൾ നിരത്തിയിട്ടില്ല. ഏത് ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് കുന്നുകളുടെ മുകളിൽ തന്നെയാണ് വീടുകളുള്ളത്. കുന്ന് നിരത്താതെ, കുന്നുകൾ ഇടിച്ചു നിരത്തി മറ്റുള്ളത് ഫില്ല് ചെയ്യാതെ, അതേസമയത്ത് മലകളുടെ കുന്നുകളുടെ മുകളിലാണ് വീടുകളും കെട്ടിടങ്ങളും ഉള്ളത്. മല നശിപ്പിക്കാതെ വീടുകൾ ഉണ്ടാക്കുന്ന പ്രകൃതിദത്തമായ സ്വഭാവം നമുക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ രാജ്യങ്ങളിൽ നടക്കുന്നത് അങ്ങനെയല്ല, നമ്മുടെ സംസ്ഥാനത്ത് പലപ്പോഴും നടക്കുന്നത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് അതാണ്. മറ്റൊന്ന്, ഭവന നിർമ്മാണം എന്നുള്ളത് വലിയ ബാധ്യതയാണ്. വീടുണ്ടാക്കുന്നതിനേക്കാളും പ്രധാനമാണ് ഒരു 2-3 സെന്റ് സ്ഥലം സ്വന്തമാക്കുക എന്നത്. സ്ഥലം ജനങ്ങൾക്ക് വലിയൊരു ഭാരമായി മാറിയത് എന്തുകൊണ്ടാണ്? റിയൽ മാഫിയകളുടെ കടന്നുകയറ്റമാണ്. യാതൊരു തർക്കവുമില്ല. കൃത്രിമമായ വിലകളുണ്ടാക്കി, കൃത്രിമമായ വിലവർധനവുണ്ടാക്കി, സ്ഥലങ്ങൾക്ക് വില കൂട്ടിയിട്ട് അടക്കി പിടിച്ചു വെച്ചിട്ട് പാവപ്പെട്ട അനേകായിരം മനുഷ്യന്മാർക്ക് ലഭിക്കേണ്ട ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഭൂമി പോലും കൃത്രിമമായ വിലകയറ്റത്തിലൂടെ ആളുകൾക്ക് ലഭിക്കാതെ പോകുന്ന കാഴ്ച നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന് അറുതി വരുത്താതെ ജനങ്ങൾക്ക് ഒരു വീടുണ്ടാക്കാൻ കഴിയൂല. ഇനി ചില ആളുകൾക്ക് ചെറിയ വിലക്ക് പോലും സ്ഥലം വാങ്ങാൻ കഴിയോ സഹോദര? രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടുന്ന 750